ഹലോ ഹായ് ഗൈസ് നമസ്കാരം. സൊനാക്ഷി സിൻഹ ദബാങ് നായിക. സൊനാക്ഷി നായികയായിട്ട് വന്നിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ദഹാഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് ആ പ്ലോട്ട് സ്റ്റാർട്ട് ടു എൻഡ് അതിനെ പ്ലേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്ന ഒരു അത്രയും സമയം. പക്ഷെ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡെപ്ത് കാണും. കഥയിലെ ക്യാരക്ടേഴ്സിന് കുറച്ചുകൂടെ ടൈം എടുത്തിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്ലോട്ട് കുറച്ചുകൂടെ ക്ലിയർ ആക്കുന്നത്. സാധാരണ വെബ് സീരീസ് വരുന്നത് എപ്പിസോഡ്സ് ആയിട്ടാണ്. 10-20 എപ്പിസോഡ്സുകളൊക്കെ വരാറുണ്ട്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലെയുള്ള മെയിൻ സ്ട്രീമുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് വെബ് സീരീസുകൾ ഉണ്ടാവും. അതിൽ നെറ്റ്ഫ്ലിക്സ് ആണ് കുറെ കൂടെ പ്രോമിനന്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ സീസൺസ് തന്നെ ഉണ്ടാവും. 5-10 സീസൺസ് ഒക്കെ വന്നിട്ടുള്ള ഓരോ സ്റ്റോറീസ് ഉണ്ടാവും. ദഹാഡ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി ലാംഗ്വേജ് വെബ് സീരീസ് ആണ്. ഒരു പോലീസ് പ്രൊസീജറൽ ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്നതാണ്. പോലീസ് പ്രൊസീജറൽ എന്ന് പറയുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് പോലീസ് സ്റ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് അത് കഥ പോകുന്നത്. ഒരു ക്രൈം നടന്നു കഴിയുമ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. ഇതൊരു സൈക്കോപാത്തിന്റെ സീരിയൽ കില്ലിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഇൻസ്പയർ ആയി ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ്. സൈനൈഡ് മോഹനൻ എന്ന് വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു കേസാണിത്. പെൺകുട്ടികളെ കല്യാണത്തിന് പ്രേരിപ്പിച്ച് കൊല്ലുന്ന ഒരു സീരിയൽ കില്ലിംഗ് മെത്തേഡ്, അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. ഒരു ക്രൈം ത്രില്ലർ എന്നതിനേക്കാൾ ഉപരി ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ലെയേഴ്സ് ഭയങ്കരമാണ്. രാജസ്ഥാനിലെ ഒരു ചെറിയ വില്ലേജ് മണ്ടാവ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ കഥ പ്ലോട്ട് ചെയ്തേക്കുന്നത്. കഥയുടെ തുടക്കത്തിൽ 27 പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കഥയുടെ അവസാനത്തേക്ക് ഏറെക്കുറെ 30 പെൺകുട്ടികൾ എന്ന രീതിയിലേക്കാവും കൊല്ലപ്പെടുന്നത്. ഇവരെ കല്യാണത്തിന് പ്രേരിപ്പിച്ച് കൊല്ലുന്നതായിട്ടാണ് ആ ഒരു സീരിയൽ കില്ലിങ്ങിന്റെ പാറ്റേൺ വരുന്നത്. കഥ നല്ല വ്യത്യസ്തമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ലാംഗ്വേജ് ഹിന്ദി ആണെങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ കുറെ കൂടെ കൊളോക്കിയൽ ലെവലുള്ള ഹിന്ദി നമുക്ക് അതിനകത്ത് അനുഭവപ്പെടും. കാരണം എന്നാലാണ് ആ ഒരു രാജസ്ഥാൻ അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്ക് കുറച്ചുകൂടെ കൺവിൻസിങ് ആവുക. രാജസ്ഥാൻ, ബീഹാർ, ഹരിയാന പോലെയുള്ള സ്ഥലങ്ങളിൽ, അതും പ്രത്യേകിച്ച് നോർത്തേൺ സ്റ്റേറ്റ്സിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ് ഭയങ്കരമാണ്. കേരളത്തിൽ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഈ കേരളത്തിൽ അതിനെ അപേക്ഷിച്ചിട്ട് വളരെ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സീരീസിനകത്ത് വരുന്ന ഓരോ ക്യാരക്ടേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് പറയുമ്പോൾ തന്നെ അതിനകത്ത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് ഇഷ്യൂസും പറയുന്നുണ്ട്. ഈവൻ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന സോനാക്ഷിയുടെ കൂടെയുള്ള പോലീസുകാരുണ്ട്. ആ പോലീസുകാർക്ക് പോലും പല പല ലേയേഴ്സ് പറയുന്നുണ്ട്. ആ ക്യാരക്ടറിന്റെ ഡെപ്ത് പറയുന്നുണ്ട്. വില്ലനായിട്ട് വരുന്നത് വിജയ് വർമ്മ എന്ന് പറയുന്ന ഒരാളാണ്. ഈ വില്ലനും ഒരു കുടുംബത്തിനുണ്ടാകുന്ന ഇഷ്യൂസും വില്ലന്റെ പല പല ഷെയ്ഡ്സ്, അങ്ങനെ ഒരുപാട് ഒരുപാട് ക്യാരക്ടർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. വെബ് സീരീസിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് ഒരു പ്ലോട്ട് തരും. അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത എപ്പിസോഡ്സ് പോവുക. ഇൻ ടോട്ടൽ ഇത് 8 എപ്പിസോഡ്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സീരീസ് ആണ്. സീസൺ 1 മാത്രമേ വന്നിട്ടുള്ളൂ. സീസൺ 2 വരുമോ എന്നുള്ളത് അറിയില്ല. ക്രൈം ത്രില്ലർ എന്നതിനേക്കാളുപരി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്യാരക്ടർ ലേയേഴ്സ് കൊടുത്തിട്ടുള്ളതാണ്. ഓരോ ക്യാരക്ടേഴ്സിന്റെയും ആ ലെയറിങ് അത്രത്തോളം ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ രാജസ്ഥാൻ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറെ വിഷ്വൽസ് ഉണ്ടാവും. ഒരു ഗ്രാമീണത്വം ഉണ്ടാകുന്ന കുറെ ഏരിയാസ്. അവിടെയാണ് കുറെ കൂടെ ഈ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടും റിലീജിയനെ ബേസ് ചെയ്തിട്ടും കുറച്ചുകൂടെ പ്രോമിസിങ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൺവിൻസിങ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരുപാട് സീരീസും ഒരുപാട് ഫിലിംസ് വന്നിട്ടുണ്ട്. 2023 ഇറങ്ങിയിട്ടുള്ള ഈ ഒരു വെബ് സീരീസ് ഫിലിംഫെയർ OTT അവാർഡ്സിൽ 9 നോമിനേഷൻസ് കിട്ടിയ ഒരെണ്ണമാണ്. ബെസ്റ്റ് ഡ്രാമ സീരീസ്, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, അങ്ങനെ 9 അവാർഡ്സ് ഇതിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ സോനാക്ഷി സിൻഹ മാത്രമല്ല, ബാക്കി ഏത് ക്യാരക്ടറിനെ എടുത്താൽ തന്നെ, ഏതൊരു ആക്ടറിനെ എടുത്താൽ തന്നെ അവർ ആ ക്യാരക്ടറിനോട് കാണിച്ചിരിക്കുന്ന ജസ്റ്റിസ് വളരെ അപാരമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് ഈ പറയുന്ന നോമിനേഷൻസിലൊക്കെ വന്നിട്ടുള്ളത്. കാരണം അത്രയധികം ഡെപ്തും അത്രയധികം നല്ല ക്ലാരിറ്റിയും ആ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം പ്ലേസ് ചെയ്തേക്കുന്നതും. അത്രത്തോളം നല്ല രീതിയിൽ തന്നെ ഈ ആക്ടേഴ്സും ആക്ട്രസും എല്ലാവരും തന്നെ, അത് ഈ ചെറുതായിട്ട് വന്നു പോകുന്ന ക്യാരക്ടർ ആണെങ്കിൽ പോലും അത്രയും നല്ല രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡ് സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലെ സീരീസ് ആയിട്ടുള്ളതാണ്. ഇത് കണ്ടിട്ടുള്ളവർ അഭിപ്രായം പറയൂ. കാണാത്തവർ എത്രയും പെട്ടെന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യൂ.